നമുക്ക് ആദ്യം താക്കോൽ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം. സ്പീഡോമീറ്ററിൽ ഇൻഡിക്കേഷൻ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഇനി ഹസാർഡ് ഒന്ന് ഓൺ ആക്കി നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും 3 വീൽ ഡ്രൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് TVS കിങ് ഡൂറോമാക്സിന്റെ ഒരു ഫ്യൂസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഫ്യൂസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂസിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയും വയറിംഗ് കിറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏക ഘടകമാണ് ഫ്യൂസ്. അപ്പം ഈ വയറിംഗ് കിറ്റിനോ ബാറ്ററിക്കോ എന്തെങ്കിലും വിധത്തിലുള്ള ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുക ഫ്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനും കൂടിയാണ് ഫ്യൂസ്. ഇനി നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂസിന്റെ ഒരു അളവ് വരുന്നത് 10, 20, 30 അങ്ങനെ പല രീതിയിലുള്ള ഫ്യൂസുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററിയിൽ നിന്നും വലിക്കുന്ന കറണ്ടിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും ഓരോ വാഹനത്തിനും കമ്പനി ഫ്യൂസ് നിർണ്ണയിക്കുക. അപ്പോൾ ഏകദേശം നമ്മളൊരു 10ന്റെ ഫ്യൂസ് ഇടേണ്ട സമയത്ത് അവിടെ 20 ഉപയോഗിക്കുന്നതെങ്കിൽ വയറിംഗ് കിറ്റ് എന്തെങ്കിലും ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഫ്യൂസ് അടിച്ചു പോകാതെയും അതുമൂലം നമ്മുടെ വയറിംഗ് കിറ്റ് കത്തിപ്പോകാനൊക്കെ ഇടവരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കമ്പനി ഏതളവാണോ നമ്മളുടെ ഫ്യൂസിന് കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ വേണം നമ്മളുടെ ഫ്യൂസിൽ ഇടാനായിട്ട്, നമ്മുടെ വാഹനത്തിലുള്ള ഫ്യൂസിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് TVS കിങ് ഡൂറോമാക്സിന്റെ മെയിൻ ഫ്യൂസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൻ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ വാഹനത്തിന് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ മെയിൻ ഫ്യൂസ് ഇരിക്കുന്ന ലൊക്കേഷൻ, അതുപോലെ തന്നെ സ്പെയർ ഫ്യൂസ് കമ്പനി എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, സ്പെയർ ഫ്യൂസ് എങ്ങനെ എടുക്കണം, എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ മെയിൻ ഫ്യൂസാണ് പോയിരിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നതും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്യൂസ് ചേഞ്ച് ചെയ്യേണ്ട വാഹനം കേട്ടോ. TVS കിങ് ഡൂറോമാക്സ് BS6 CNG വാഹനമാണ്. നമുക്കിനി ആദ്യം തന്നെ ഇതിൻ്റെ താക്കോലിട്ടിട്ട് താക്കോൽ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. നമുക്ക് കണക്ഷൻ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഓണാക്കിയിട്ട് ഒരു റിയാക്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഹസാർഡ് ഒന്ന് ഇട്ട് നോക്കാം. ഹസാർഡ് ഇട്ട് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറി താക്കോലിട്ടിട്ട് ഇഗ്നിഷൻ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഒന്നും തന്നെ തെളിയുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് സ്വിച്ച്, അതായത് 4 ഇൻഡിക്കേറ്ററും ഒരേപോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്വിച്ച് ഉണ്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ താക്കോലിടുന്നതിന് തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. 4 ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ബാറ്ററിയുടെ ടെർമിനൽ ലൂസ് ഉണ്ടോ എന്നും ബാറ്ററിയുടെ കണക്ഷൻ പ്രോപ്പറായിട്ടാണോ എന്നും ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് മെയിൻ ഫ്യൂസാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ ഒരു ലൈൻ വർക്ക് ചെയ്യാതെ, അതായത് ഹസാർഡ് സ്വിച്ചിൻ്റെ ലൈൻ വർക്ക് ചെയ്യാത്തത്. ഇത് രണ്ടും, ഈ ഒരു ഹസാർഡ് സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത് ഫ്യൂസിൽ നിന്നാണ്. അപ്പോൾ ബാറ്ററിയിൽ നിന്നും ലൈൻ കട്ടായിട്ടുണ്ടെങ്കിലും മെയിൻ ഫ്യൂസ് കട്ടായിട്ടുണ്ടെങ്കിലും ഹസാർഡ് സ്വിച്ച് വർക്ക് ചെയ്യില്ല. ഹസാർഡ് സ്വിച്ച് വർക്ക് ചെയ്യാനായിട്ട് താക്കോല് ഓൺ ആക്കണം എന്നില്ല. അത് ഡയറക്റ്റ് ഫ്യൂസിൽ നിന്നും വരുന്ന ലൈൻ ആയതുകൊണ്ട് തന്നെ ഫ്യൂസോ അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ പോയാൽ മാത്രമേ ഹസാർഡ് സ്വിച്ച് വർക്ക് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഹസാർഡ് സ്വിച്ച് ഇട്ടിട്ടും വർക്കിംഗ് ആവുന്നില്ലെങ്കിൽ ബാറ്ററിയോ ഫ്യൂസോ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ഈ കാണുന്ന ഹസാർഡ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടും നമുക്ക് വേറെ ഇൻഡിക്കേഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിൽ മെയിൻ ഫ്യൂസ് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡൂറോമാക്സ് BS6 വാഹനത്തിൻ്റെ മെയിൻ ഫ്യൂസ് വരുന്നത് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും കൂടെ ISG കൺട്രോൾ യൂണിറ്റിലേക്ക് പിടിപ്പിക്കുന്ന ആ വയറിലാണ് നമ്മുടെ മെയിൻ ഫ്യൂസ് വരുന്നത്. അത് 20 ആംപിയറിൻ്റെ ഫ്യൂസാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ചെറിയൊരു ഫ്യൂസുമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഫ്യൂസ് കണ്ടുപിടിക്കാനും ഭയങ്കര പ്രയാസമായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് കമ്പനി നൽകിയിരിക്കുന്ന 20 ആംപിയറിൻ്റെ ഫ്യൂസ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി വേറെ ഫ്യൂസ് എടുക്കാം. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കമ്പനി നൽകിയിരിക്കുന്ന സ്പെയർ ഫ്യൂസ് എടുക്കണം.
അതിനായിട്ട് ആ വയറിനോട് ചേർന്ന് തന്നെ നമ്മുടെ മെയിൻ ഫ്യൂസ് വരുന്ന ഫ്യൂസ് ബോക്സിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ 20 ആംപിയറിൻ്റെ ഫ്യൂസും കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്യൂസ് ഊരിയെടുക്കാം. അപ്പോൾ ദാ ഈ കാണുന്നതാണ് പുതിയ 20 ആംപിയറിൻ്റെ ഫ്യൂസ്. നമ്മളിപ്പോൾ ആ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഊരിയെടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഫ്യൂസ് ബോക്സിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്തിട്ട് ക്യാപ്പ് അടച്ചിട്ട് നമുക്ക് ഇഗ്നിഷൻ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. IST കൺട്രോൾ യൂണിറ്റിലെ ഏറ്റവും നടുക്കായിട്ട് വരുന്ന 2 വയർ വരുന്നതാണ് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ലൈൻ. ഈ ലൈനിലാണ് നമ്മുടെ മെയിൻ ഫ്യൂസ് കാരിയർ ഉള്ളത്. അപ്പം അതിനുശേഷം നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കണം കേട്ടോ. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഇതാ സ്പീഡോമീറ്ററിൻ്റെ അകത്ത് ഈ ഗ്യാസ് ലെവൽ ഇൻഡിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസാർഡ് ഓൺ ആക്കുമ്പോൾ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. റൈസ് ചെയ്ത് നോക്കണേന്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.